സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് ഇന്നുണ്ടായത്. ഇടുക്കി ചക്കുവള്ളത്ത് മരം വീണ് തൊഴിലാളി മരിച്ചു. ഗൂഡല്ലൂർ സ്വദേശി പെരുമായി ആണ് മരിച്ചത്. ചെക്കാട് പഞ്ചായത്തിൽ മിന്നൽ ചുഴലിയിൽ മരങ്ങൾ കടപുഴകിയും നാശനഷ്ടമുണ്ടായി. കടലിലെ മിന്നൽ ചുഴലിയിൽ നിന്ന് കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാറാട് ബഹ്റുൽ ഇസാൻ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിൽ 50-ലധികം മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. തീരത്ത് നിന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. കാസർഗോഡ് ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. കള്ളാർ സ്വദേശി ഗീതയുടെ വീടാണ് തകർന്നത്. ഓടിട്ട മേൽക്കൂര പൂർണ്ണമായും നിലംപൊത്തി. കോഴിക്കോട് ചെക്കാട് പഞ്ചായത്തിലെ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി. പാലക്കാട് മണ്ണാർക്കാട് കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കുമരംപുത്തൂർ ചങ്ങിലീരി സ്കൂളിന് സമീപത്തെ റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. റോഡിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. പൊന്നാനി ഹിളർപ്പള്ളി മുറിഞ്ഞിഴി പ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമാണ്. ശക്തമായ തിരമാലയിൽ വീടുകൾ കടലെടുത്തു തുടങ്ങി. വീടുകൾ തകർന്നതോടെ കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് മാറി. വീടാകെ പോയി. അതുകൊണ്ട് എന്താ വേണ്ടിയെന്നാ ഇവിടുത്തെ MLA എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ കോളേജ് വേണ്ടിയിട്ട് സ്ഥലങ്ങളുണ്ട്. ഒന്നും വേണ്ട, 5 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് തന്നാൽ മതി. സംസാരിച്ച് മതി അയക്കുന്നു. ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലം കിട്ടിയാൽ മതി. 10 ലക്ഷം കൊണ്ടൊന്നും എവിടേക്ക് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ആളുകളെല്ലാം പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്, പരിതാപകരമാണ്. അഴീക്കൽ മുതൽ കാപ്പിരിക്കാട് വരെ പൂർണ്ണമായ രീതിയിൽ ടെട്രാപ്പോഡാണ് നിർമ്മിക്കേണ്ടത്. സീ വാളിൽ ഇനി കാര്യമില്ല. സാന്ത്വന സജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന, വ്യാഴാഴ്ച മുതൽ മഴ ദുർബലമാകുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ കനക്കുകയാണോ? അരുൺ, തെക്കൻ ഗുജറാത്ത് തീരം മുതൽ മധ്യ കേരള തീരം വരെ നീണ്ടുകിടക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി, അതുപോലെ തന്നെ ശക്തമായ കാലവർഷക്കാറ്റ്, ഇതിന്റെ രണ്ടിന്റെയും സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസമായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന അറിയിപ്പുകൾ പ്രകാരം ഇന്നും അതിതീവ്ര മഴ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ തന്നെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഈ 3 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകൾ ഒഴിച്ച് മറ്റെല്ലാ ജില്ലകളിലും, തിരുവനന്തപുരവും കൊല്ലവും ഒഴിച്ച് മറ്റെല്ലാ ജില്ലകളിലും മഴയുണ്ടാകും. അത് മധ്യ കേരളവും വടക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടിയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന 2 ദിവസം കൂടി, നാളെയും കൂടി മഴയുണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഒന്നും തന്നെ കാലാവസ്ഥാ വകുപ്പ് നിലവിൽ ഇപ്പോൾ മുന്നറിയിപ്പും നൽകിയിട്ടില്ല. എന്തായാലും ജാഗ്രത തുടരണം. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലും മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത തുടരണം എന്നുള്ള അറിയിപ്പ് തന്നെയാണ് അരുൺ പുറത്തുവരുന്നത്.